ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ താന്തോന്നികളായി നടന്നിട്ട് അപ്പോൾ മോഹം കൊണ്ട് മാത്രം കിട്ടുമെന്ന് കരുതരുത്. ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യം മുതലാക്കിയ മനുഷ്യൻ അനാരോഗ്യ സമയത്ത് ആരോഗ്യത്തിന്റെ അളവനുസരിച്ച് അല്ലാഹു കണക്കാക്കി തരും. ഇപ്പൊ നല്ല മൂർച്ചയുള്ള കണ്ണുണ്ട്, 65-70 എത്തുമ്പോൾ ഒന്നിങ്ങനെ നോക്കണം, ഒന്നുകൂടി കണ്ണട പൊക്കിയിട്ടോ താറ്റിയിട്ടോ നോക്കണം. കണ്ണട വെക്കാതെ ഒരു ചെറിയ അക്ഷരവും കാണൂല. നേരത്തെ നന്നായി ഓതിയിരുന്ന ആളാണെങ്കിൽ 65-ന് ശേഷം കാഴ്ചക്ക് മങ്ങലേറ്റിട്ട് അത്ര തോന ഓത്ത് നടക്കുന്നില്ലെങ്കിൽ ആരോഗ്യകാലത്ത് ഓതിയതിനനുസരിച്ച് അല്ലാഹു കണക്കാക്കി കൊടുക്കും. ഹദീസിലുള്ളത് കുത്തിബത്ത് ലഹു മാ കാന യഅമലു ഫീ സിഹതിഹി. നന്നായി നിന്ന് നിസ്കരിച്ചിരുന്ന ഉമ്മമാരുണ്ട് നാട്ടില്. ഇപ്പോൾ അവർക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അവരെ കാൽമുട്ടിന് വേദനയാണ്. എല്ലാ സുന്നത്തും ഫർളും നിന്നായിരുന്നു നിസ്കരിച്ചിരുന്നത്. വീട്ടിലെത്തിയാൽ പരാതി പറയും, ഉസ്താദേ നിന്ന് നിസ്കരിക്കാൻ പോതിണ്ട്, പക്ഷേ കഴിയുന്നില്ല, കാൽമുട്ടിന് അസഖ്യമായ വേദനയാണ്. കുതിബ ലഹു മാ കാന യഅമലു ഫീ സിഹതിഹി. ആരോഗ്യകാലത്ത് നന്നായി ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിലും കൂലി കുറയൂല, നിന്നതിന്റെ കൂലി തന്നെ രേഖപ്പെടുത്തപ്പെടും. അതിനാരോഗ്യ സമയത്ത് മുതലാക്കണം. എന്നും സുബഹിക്ക് പള്ളിയിലേക്ക് അന്ന് വന്നിരുന്ന ചെറുപ്പക്കാരനാണ്, യുവത്വം അങ്ങനെ മുതലാക്കിയ ആളാണ്. പക്ഷേ ആരോഗ്യം മോശമായപ്പോൾ നടക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഊരവേദന വന്നു, അസഹ്യമായ വേദന വന്നു. സുബഹിക്ക് എന്നും നടന്നു വന്നിരുന്ന ആളാണ്. ഇപ്പോൾ നടക്കാൻ കഴിയാത്തതുകൊണ്ട് വാഹനത്തിലാ വരുന്നത്. സുബഹിക്ക് പള്ളിയിലെത്തുന്നുണ്ട്, നടന്നിട്ട് വരണമെന്ന് മോഹണ്ട്, കഴിയുന്നില്ല വേദന കൊണ്ട്. പതുക്കെ വന്ന് പള്ളിയിലേക്ക് കയറുന്നു, നിസ്കരിച്ചു പോകുന്നു. വാഹനത്തിലാണ് വന്നതെങ്കിലും നടന്നതിന്റെ സവാബ് അല്ലാഹു കണക്കാക്കി കൊടുക്കും. അങ്ങനെ ആരോഗ്യ സമയത്ത് മുതലാക്കിയിട്ടുണ്ടോ എന്നാ ചർച്ച. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ല ആരോഗ്യമുള്ള സമയത്ത് നന്നായി നമ്മൾ ദുനിയാവിന് സമ്പാദിക്കും പോലെ ആഖിറത്തിൽ അതിലധികം സമ്പാദിക്കണം. ആരോഗ്യമുള്ള സമയത്താണ് നല്ലോണം പണിയെടുത്ത് അധ്വാനിക്കേണ്ടത്, ഹലാലായ സ്വത്ത് സംഭരിക്കേണ്ടത്. അനാരോഗ്യമുള്ള സമയത്ത് മുതലായി റാഹത്തോടെ ഭക്ഷിക്കണമെങ്കിൽ അതേപോലെ തന്നെയാണ് അമലും. ആരോഗ്യമുള്ള സമയത്ത് നന്നായി മുതലാക്കി അമല് ചെയ്യണം. എന്നാൽ അനാരോഗ്യ സമയത്ത് വരവായി ഒരുപാട് കിട്ടും. അതാണ് ഇസ്ലാമിലെ പെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന. അതിവിടെ ഇങ്ങനെ വണ്ണത്തിന് കാണാണ്ടാകൂല, എണ്ണത്തിന് കാണാണ്ടല്ല, വണ്ണത്തിന് ഒരുപാട് കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളിൽ, ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളിൽ ഇന്നുമുണ്ട് അങ്ങനെ പരാതിപ്പെടുന്നത്. ഓരോ മാസവും 2ഉം 3ഉം ഖത്മ് തീർത്തിയിരുന്ന പഴയകാലത്ത് ഉമ്മമാർ ഇന്നും പരിചയത്തിലുണ്ട്. പക്ഷെ ഇന്നവർക്ക് കാഴ്ച, ഒരു കണ്ണിന്റെ കാഴ്ച അല്പം മങ്ങി, മറ്റേ കണ്ണുകൊണ്ട് ഖുർആൻ ഓതുന്നുണ്ട്. അവരെ പരാതി എന്താണെന്നറിയോ? ആ 3 എന്ന എണ്ണം കിട്ടുന്നില്ല, 3 ഖത്മാകാൻ കഴിയുന്നില്ല, 1 ആകാൻ കഴിയുന്നു. പേടിക്കണ്ട, ആ 1-ന് അല്ലാഹു 3 കൊടുക്കും. കാരണം നല്ല ആരോഗ്യമുള്ള കാലത്ത് 3 തീർത്തവരാ. എന്തെല്ലാം പണികളുണ്ട്, ഒരുപാട് കൂലി കിട്ടുന്ന പണികൾ വീട്ടിൽ ചെയ്യുന്നു സഹോദരിമാർ. നിലം തുടക്കുന്നു, വലിയ കൂലിയാണ് നലാഫത്തിന്. ഒരു പ്ലേറ്റ് തുടക്കുമ്പോഴേക്ക്, വൃത്തിയാകുമ്പോഴേക്ക് ആ പ്ലേറ്റ് ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ദുആർക്കുന്നത്? മഗ്ഫിറത്തിന്റെ ദുആ. ഒരു വീട്ടിൽ 3 നേരം പ്ലേറ്റും ഗ്ലാസും കേൾക്കുന്നുവെങ്കിൽ എത്ര മഗ്ഫിറത്തിന്റെ ദുആ ലഭിക്കുന്നു. അതിന്റെ പുറമേ ചട്ടിയും പാത്രവും കലവും വേറെയുമുണ്ട്, പായ കഴുകാൻ വേറെയുണ്ട്, വസ്ത്രം കഴുകാൻ വേറെയുണ്ട്. ഇതിനൊക്കെ പ്രാർത്ഥനയുണ്ട്. വീട് വൃത്തിയാക്കുന്നു, അടിച്ചു വാരുന്നു, ആ വീട് തുടച്ച് വൃത്തിയാക്കുന്നു. മുസ്ഹഫ് വെക്കുന്ന സ്ഥലം, മറ്റു നല്ല ബഹുമാനിക്കപ്പെടുന്നത് വെക്കുന്ന സ്ഥലങ്ങൾ ഇടക്കിടക്ക് പൊടിതട്ടി വൃത്തിയാക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പണികൾ ചെയ്യുന്നു. അതിനെല്ലാം നല്ല കൂലിയുണ്ട്. ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു, കുളി റൂം വൃത്തിയാക്കുന്നു, ടാങ്ക് ഇടക്കിടക്ക് കഴുകി വൃത്തിയാക്കുന്നു. എന്തെല്ലാം പണികൾ! ഇതിനൊക്കെ കിട്ടുന്ന കൂലിയോടൊപ്പം സമയം മുതലാക്കി ആരോഗ്യ സമയത്ത് നിരന്തരമായി ഖുർആൻ ഓതിയിട്ട് 3 ഖത്മ് തീർത്തിരുന്ന ഉമ്മ ഇന്ന് 3 എണ്ണമാക്കാൻ കഴിയുന്നില്ല, 1 കഴിയുന്നുള്ളൂ. ഒരു കണ്ണിന് തിമിരം ബാധിച്ച് ഓപ്പറേഷൻ ചെയ്ത ആ കണ്ണുകൊണ്ട് കാഴ്ച ലഭിക്കുന്നില്ല.
ആ ഒരു പ്രയാസത്തിലാണ് ഒന്ന് തീർത്തതിന് സങ്കടം പറയുന്നത്. സങ്കടം വേണ്ട, ആരോഗ്യ സമയത്ത് ചെയ്തത് തന്നെ അനാരോഗ്യ സമയത്ത് കണക്കാക്കി കൊടുക്കും. അതിന് നമ്മൾ മുതലാക്കണം, ആരോഗ്യം മുതലാക്കണം, നല്ല ലാഭമുണ്ടാക്കണം. എന്നിട്ട് നമുക്ക് സന്തോഷിക്കാനൊരു വകുപ്പ് വേണം. അള്ളാഹുവിനോട് സ്വീകരിക്കാൻ പറയണമെങ്കിൽ സന്തോഷിക്കാനുള്ള അമല് വേണം. പടച്ചോനെ, ഇത്രയും കൊല്ലം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പോരായ്മ നിറഞ്ഞതാണ്, ഒരു പോരായ്മ ഇല്ലാതെ നീ അത് കബൂലാക്കണം എന്ന് പറയാൻ ആദ്യം അമല് വേണം. ഉണ്ടെങ്കിൽ ഏത് നടക്കൂ. അപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു തആല സവാബ് കൊടുക്കുന്നു. നിസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ച് കിടന്നു ഒരാൾ, അങ്ങനെ കിടന്നു, എന്നും എഴുന്നേൽക്കുന്ന ആളാ, ഒരു കുഴപ്പമില്ല, പതിവായിട്ട് എഴുന്നേൽക്കുന്ന ആളാണ്, മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോ സാധാരണ അയാൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അയാൾക്ക് വല്ലാത്ത ഒരു സങ്കടം പറഞ്ഞു. ഇന്ന് എന്റെ സമയം കുറേ തെറ്റിപ്പോയല്ലോ എന്നുള്ള സങ്കടം. ഖളായിട്ടൊന്നുമില്ല, അയാൾ ഉദ്ദേശിച്ച നിസ്കാരം, സുന്നത്ത് നിസ്കാരം കിട്ടിയില്ല, തഹജ്ജുദ് കിട്ടിയില്ല, സുബ്ഹി വാങ്കൊടുത്തു പോയി. അപ്പോഴാണ് അയാൾ എഴുന്നേറ്റത്. പക്ഷെ നിസ്കരിക്കാനുള്ള നല്ല നിയ്യത്ത്, ആ നിയ്യത്തിന്റെ പേരിൽ വമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബ ലഹു മിസ്ലു മാ യഅമൽ. ചെയ്തതിന്റെ മിസ്ല്, ചെയ്യാതെ തന്നെ കരുത്തിന് അല്ലാഹു തആല കൊടുക്കും. ഇതാണ് തുല്യമായി പ്രതിഫലം കിട്ടുന്ന രണ്ടമൽ. മൂന്നാമത്തത് ചെയ്യുന്നതിന് 10. ഒരു ഹസനത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുമ്പോ ജുസിയ 10 ജസാ നൽകപ്പെടും. അള്ളാഹ് സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹ് കബൂലാക്കട്ടെ. ഒരു ഹസനത്ത് ചെയ്തത് അള്ളാഹ് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു ഹസനത്തിന് 10 അള്ളാഹു നൽകുന്നത്. അള്ളാഹ് എത്ര വലിയ ഔദാര്യവാനാണ്. 1 1 ചെയ്തതിന് 10. മുഅ്മിനായ മനുഷ്യൻ എവിടെ നഷ്ടം? ലാഭമാണ്, മുഴുവനും ലാഭം. ഇനി അതിൽ നിന്ന് വേറിട്ട ഒന്നാ പറയുന്നത്, ഒരാൾ അള്ളാഹുവിന്റെ സബീലിൽ, അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ ളുഇഫത് ലഹു നഫഖതുഹു അദ്ദിർഹമ ബി700 വദ്ദീനാറ ബി700 ദീനാർ. ഒരു ദിർഹം 700 ദിർഹമായിട്ടും ഒരു ദീനാർ 700 ദീനാറായിട്ടും കണക്കാക്കി സവാബ് കൊടുക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് അള്ളാഹു കൊടുക്കുന്നത് 700 എന്താ? സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് മാത്രം അങ്ങനെ 700, നിസ്കരിക്കുന്നിടത്തും 700 എന്നില്ലല്ലോ. സമ്പത്ത് ചെലവഴിക്കാൻ ഒരു പ്രത്യേക തൗഫീഖ് വേണം. അള്ളാഹു തൗഫീഖുള്ളവരിൽ പെടുത്തട്ടെ. അതിനൊരു തൗഫീഖ് തന്നെ വേണം. ഉണ്ടായതുകൊണ്ട് ചെലവഴിക്കുമോ? ഇല്ല എന്നതുകൊണ്ട് ചെലവഴിക്കാതിരിക്കോ? അതുമില്ല. ചിലപ്പോ ഇല്ലാത്തവർ ചെലവഴിക്കുന്നു നോക്കുകയാണെങ്കിൽ കൂലിന്റെ വിഷയത്തിൽ എവിടെ എത്തിയിട്ടുണ്ടോ? കാരണം ഇല്ലായ്മയിലാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഉള്ളവൻ കൊടുക്കുന്നതിന്റെ ഒരു 10 രൂപയാണ് ഇയാൾക്ക് കൊടുക്കാൻ കഴിയും. മറ്റയാൾ കൊടുക്കാൻ 100, 150, 200 കഴിയും. അവരാ കൊടുക്കുന്നത് 100ന്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ളതാണ് ഈ കൊടുക്കുന്ന 10. കാരണം അത് ധാരാളം ഉണ്ടെന്നാണ് ആ 100 കൊടുക്കുന്നത്. ഇത് തീരെ ഇല്ലാത്തോടത്ത് ഒപ്പിച്ചിട്ടാ 10 കൊടുക്കും. രണ്ടും മാറ്റണം. അതിനൊരു തൗഫീഖ് വേണം. സമ്പത്ത് ചെലവഴിക്കാൻ ഒരു പ്രത്യേക തൗഫീഖ് തന്നെ വേണം. അതിനെല്ലാവർക്കും ആ കഴിവില്ല. അങ്ങനെ ഒരു കഴിവുണ്ടോ? അത് സമ്മതിക്കേണ്ട കഴിവാണ്. ഒരാൾ മുത്തസദ്ദിഖാണ്, സ്വതക്ക കൊടുക്കുന്ന ആളാണെങ്കിൽ അത് വല്ലാത്തൊരു ഗ്രേഡാണ്. അയാൾ സമ്മതിക്കേണ്ടേ. ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു വലിയ ധർമ്മിഷ്ഠനാണ്. മഹാനവറുകളെ മഹത്വം പറഞ്ഞു കേട്ടപ്പോ ആ നാട്ടിലെ ഭരണാധികാരിക്ക് ഭയങ്കര ഹസദ്. എല്ലാവരും എവിടെ തിരിഞ്ഞാലും ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു മഹത്വം, അല്ല ഹാത്തിമുത്തായിന്റെ മഹത്വം. ഹാത്തിമുത്തായി ധർമ്മിഷ്ഠനാണ്. അദീബിന് ഹാത്തിമാണല്ലോ അവരുടെ മകൻ. ഹാത്തിമുത്തായി വലിയ ധർമ്മിഷ്ഠ. ഹാത്തിമുൽ അസ്മ അല്ല, ഹാത്തിമുത്തായി വലിയ ധർമ്മിഷ്ഠനാണ്. ഒരാളെ കണ്ടാൽ അയാളും ഹാത്തിമുത്തായുമായിട്ടുള്ള ബന്ധം എന്തെങ്കിലും കിട്ടീന്നേ പറയണ്ടാവും. അങ്ങനെയാണ് ബന്ധം. അപ്പൊ ആ നാട്ടിലെ വലിയ ഭരണാധികാരിക്ക് ദേഷ്യം മൂത്ത് അയാളെ കൊല്ലാൻ എങ്ങനെ കഴിയാന്നറിയാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞു. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ നമ്മൾ പരിചയപ്പെടാൻ നിൽക്കുമല്ലോ ആദ്യം. പക്ഷെ മഹാനവറുകൾ പരിചയപ്പെടൂല. ആദ്യം എന്തെങ്കിലും കൊടുത്തതിന് ശേഷം പരിചയപ്പെടുന്നത്.
അങ്ങനെ വീട് അന്വേഷിച്ചു. ഈ രാജാവിന്റെ സേവകൻ ചെന്നു, വീടൊക്കെ അന്വേഷിച്ചു. ഹാത്തിമുത്തായിന്റെ വീടല്ല, അതെ. സ്വാഗതം ചെയ്ത് ഇരുത്തി, മർഹബ ഇരിക്കുന്നു. ഇരുത്തിയ ഉടനെ തന്നെ ആദ്യം ഒരാളവിടെ ഇരുത്തിയ ഉടനെ തന്നെ ചെറിയ സൽക്കാരം, മുഖദ്ദിമ, വെള്ളവും കാരക്കേറ്റ്. അപ്പൊ അയാൾ പിന്നെ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കാണ്, ആരാണ് ഈ ഹാത്തിമുത്തായി ചോദിക്കാൻ നിൽക്കുക. ഇത് കൊടുത്ത് അതവിടെ വെച്ച് ഉടനെ തന്നെ വീണ്ടും പോയി അടുക്കളയിലേക്ക്. എന്തിന്? ഇന്നൊരു ഗസ്റ്റിനെ കിട്ടിയതാണ്, വലിയ ഭക്ഷണം ഉണ്ടാക്കാൻ. സംസാരിക്കാനും നേരല്ല. ഈ വന്ന ആൾക്ക് എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത് അത്രയും കൊടുക്കും. അങ്ങനെ രണ്ടാമത് വരുന്നത് സ്പെഷ്യൽ ഭക്ഷണത്തിന് വിളിക്കാനാണ്. ഇരുത്തി ആള് അയാൾക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ ചോദിക്കുന്നത്, നിങ്ങൾ എവിടുന്ന, എന്താ വിഷയങ്ങൾ? ആ ധർമ്മത്തിന്റെ ഊക്കാണ്. അതുകൊണ്ടാണല്ലോ ധർമ്മത്തിന് ഉദാഹരണം പറയുമ്പോ ഹാത്തിമിന് ഉദാഹരണം പറയുന്നു. ആളൊരു ഹാത്തിമാണ്, നാട്ടിലെ ഹാത്തിമാന്ന് പറഞ്ഞാൽ അത്രയും വലിയ ധർമ്മിഷ്ഠനാണ്. ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങളാണോ ഹാത്തിമുത്തായി? അതെ, ഞാനാണ് ഹാത്തിമുത്തായി. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. ശരി, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യങ്ങളൊന്നുമില്ല. തിരിച്ചു പോയിട്ട് അയാൾ ഭരണാധികാരിയോട് പറഞ്ഞു, ഭരണാധികാരി നിങ്ങൾ പോയാലും കൊല്ലാൻ കഴിയൂല. കാരണം കൊല്ലാൻ വേണ്ടി രംഗം നോക്കി വന്ന് ഈ രൂപത്തിൽ സൽക്കരിച്ച പിന്നെ ഇങ്ങനെ കൊല്ലുന്നവിടെ. കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് ഇയാൾ വന്നത്, അതിന് രംഗം നോക്കി തക്കം നോക്കിയിട്ട്. പക്ഷെ ഈ രൂപത്തിൽ ധർമ്മം ചെയ്താൽ പിന്നെ എങ്ങനെ കൊല്ലാൻ തോന്നും? അതുകൊണ്ട് ഭരണാധികാരിയോട് പറഞ്ഞു, അയാൾ കൊടുക്കുന്നതിനേക്കാൾ ഏറെ കൊടുത്താൽ ഒരു പക്ഷേ ഗുണം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് സൽപ്പേരുണ്ടാക്കാൻ കഴിയും, അല്ലാതെ അയാളെ ഒന്നും ചെയ്യാൻ പറ്റൂല. അത്രയും വലിയ ധർമ്മമാ ചെയ്യുന്നത്. ചെയ്യാനുള്ള ധർമ്മത്തിന് വലിയ തൗഫീഖ് തന്നെ വേണം, അവസരം തന്നെ വേണം. 700 ഇരട്ടി അല്ലാഹു കൊടുക്കുന്നു. എവിടെ? ആഖിറത്തിൽ മാത്രാണോ? അല്ല, ഇവിടെയും കൊടുക്കും. അതിന്മേൽ അല്ലാഹു നിർത്തിയിട്ടില്ല. വല്ലാഹു യുളായിഫു ലിമൻ യശാ. ഇഖ്ലാസും കഠിനാധ്വാനവും ഒക്കെ നോക്കിയിട്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു വീണ്ടും വർദ്ധിപ്പിക്കും. 700 ലിമിറ്റ് കണക്കല്ല എന്നർത്ഥം. ചിലർക്ക് ഇഖ്ലാസ് ആ വിഷയത്തിൽ കൂടുതലുണ്ടാകും. അപ്പൊ 700 പോരാ, പിന്നെയും കൂട്ടണം 7000 അപ്പുറത്തേക്ക്. എത്രയാണോ അല്ലാഹുവിന്റെ മശീയത്തുള്ള അത്രയും അല്ലാഹു